ഹായ് ചേട്ടാ. IFFK ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമായി. ഫിലിംസ് ഒക്കെ കണ്ടോ? എങ്ങനെയുണ്ട് ഫിലിം? തീർച്ചയായിട്ടും നല്ല കുറേ പടങ്ങൾ കാണാൻ സാധിച്ചു. ദ ബ്ലൂ ട്രയൽ എന്ന് പറഞ്ഞൊരു പടം IFFAയിൽ, അതായത് പനോരമയിൽ ഓപ്പൺ സിനിമയായിരുന്നത്, ഇവിടെ കണ്ടു. പാലസ്തീൻ 36 കണ്ടു. പിന്നെ എന്താ പറയുക, പ്രസിഡൻറ്റ്സ് കേക്ക്, അങ്ങനെ കുറച്ച് നല്ല പടങ്ങൾ കണ്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? ഈ പടങ്ങളാണ് ഞാൻ പറഞ്ഞ പടങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാനില്ല. ഇനിയിപ്പോൾ 2-3 പടങ്ങളൂടെ ഉണ്ട് ലിസ്റ്റിൽ, അതെല്ലാം ഒന്ന് കാണണം. എന്തായാലും പോയറ്റ് എന്ന് പറഞ്ഞ പോയറ്റ് എന്ന് പറഞ്ഞ പടം, അങ്ങനെ കുറച്ച് നല്ല പടങ്ങൾ, മനസ്സിനെ സ്പർശിച്ച കുറച്ച് നല്ല പടങ്ങൾ കണ്ടു. അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുകയാണ്. ഇവരെയൊക്കെ കാണാം, പുതിയ സിനിമ ആസ്പിരൻസിനെ കാണാം, സിനിമയെ സ്നേഹിക്കുന്ന പുതിയ ആൾക്കാരെ കാണാം. പിന്നെ ഇതിൻ്റെ ഈ അലകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ്. തീർച്ചയായും. പക്ഷെ പഴയ പോലെ ഒരു വൈബ് ഇപ്പോൾ കുറവാണ് എന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? അല്ലല്ല, വൈബ് അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു, നിങ്ങളുടെ പെർസെപ്ഷനാണത്. വൈബൊക്കെ അത് എത്രയേ ഉള്ളൂ. വൈബൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ ബഹളം ഉണ്ടാവണം, അല്ലെങ്കിൽ എഗൻസ്റ്റ് കുറേ പ്രശ്നങ്ങളുണ്ടാവണം. പണ്ട് തിയേറ്റർ അടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ ആൾക്കാർ കയറി കണ്ടിട്ടുണ്ട്. അതൊന്നും ഇല്ലായിരിക്കുക എന്ന് പറഞ്ഞാൽ വൈബില്ലായ്മയല്ല. വൈബൊക്കെ അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം, സിനിമ കാണാനുള്ള പ്ലാറ്റ്ഫോം ഒരുപാട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സിനിമകൾ നമ്മുടെ വീട്ടിലിൻ്റെ, നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഈ സിനിമ കാണാനുള്ള തിരക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ആവുന്ന തരത്തിലുള്ള ഫിലിംസ് ആണല്ലോ കൂടുതലും വന്നിട്ടുള്ളത്. അതായത് പഴയ ഫിലിംസും കൂടി പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് അഭിപ്രായം? ഇനിയും പഴയ മൂവീസും കൂടി ഇതുപോലെ പ്രദർശിപ്പിക്കണമെന്നാണോ എല്ലാ IFF? തീർച്ചയായിട്ടും ഇത് നല്ലൊരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സിനിമകൾ മലയാളത്തിലായാലും ഇന്ത്യയിലായാലും ഫോറിൻ ഫിലിംസിലായാലും, ഇപ്പോൾ പൾപ്പ് ഫിക്ഷൻ ഉണ്ട്, അത് നമ്മൾ OTT ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ തിയേറ്ററിൽ അത് കാണാനുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അങ്ങനെ ഓരോരോ കാറ്റഗറിയായിട്ട് പിന്നെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് വിഭാഗങ്ങളിൽ സിനിമകൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് മാത്രമല്ല, ഈ ടാഗോർ എന്നുള്ളൊരു പെർമനൻറ്റ് വേദിയായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം ഇത് IFFKക്ക് മാത്രം തുറന്നു കൊടുക്കുന്ന ഒരു വേദി അല്ലാതെ സ്ഥിരം നാടക വേദി അല്ലെങ്കിൽ സ്ഥിരം സിനിമാ വേദി, ഇൻഡിപെൻഡൻറ്റ് സിനിമാസ് എന്നുള്ളൊരു പെർമനൻറ്റ് വേദിയായിട്ട് ഇത് എടുക്കാമെന്നുള്ളതാണ്. ഇതൊരു സിനിമ ഒരു എന്താ പറയുക, ഒരു മാമാങ്കമാക്കി മാറ്റാനുള്ള, തട്ടകമാറ്റി മാറ്റാനുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അതിനെ ഗവൺമെൻറ് അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിക്ക് അതിനെ കണ്ടുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ചേട്ടൻ്റെ പുതിയ പ്രോജക്ട്സിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ റിലീസ് ചെയ്തത് നമ്മുടെ ഒരു നല്ലൊരു റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കളിച്ചൊരു മൂവിയുണ്ട്, തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് സജിൻ ബാബു സംവിധാനം ചെയ്ത സിനിമ അതിലുണ്ടായിരുന്നു. ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരവ് എന്ന് പറഞ്ഞൊരു ഷാജി കൈലാസ് സാറിൻ്റെ പടമാണ്, ജോജു നായകനായിട്ടുള്ള പടം. അങ്ങനെ പോകുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.